എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ദിവസം ഈ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഷെയറുകളാണ് സ്ക്രീനിലുണ്ടായിരുന്നത്. അതിൽ 4 ഷെയർ ആവറേജ് വന്നിട്ട് താഴെ പോവുകയാണെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റിയ ഷെയറുകളുണ്ടായിരുന്നു. അതിൽ ഈ 4 ഷെയറിൽ ടോറൻറ്റ് പവർ, പിന്നെ KEI, സോണാകോം, ഈ 3 ഷെയറും ആവറേജിന് താഴെ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 5 ഷെയർ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 4-5 ഷെയറുകൾ അല്ലാതെയും തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഷെയറുകളൊന്നും നമ്മൾ ഈ പറഞ്ഞ ലെവലുകളിൽ വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടോറൻറ്റ് പവർ 1030.85 അതിൻ്റെ ആവറേജ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് ഒന്ന് നോക്കാം. ടോറൻറ്റ് പവർ ഓപ്പണിങ്ങിൽ ഈ 1038 ഹൈ അടിച്ച്, അതിന് ശേഷം നമ്മൾ എൻട്രി എടുക്കുന്ന ലെവലെന്ന് പറയുന്നത് 1030 താഴെ എൻട്രി എടുത്തിട്ട് നമുക്ക് 30 എന്ന് ഇവിടം വരെ വന്നു. 1 മണിക്കൂർ തന്നെ 1015 ഇവിടം ഏത് ടൈം വരെ ഉണ്ടായിരുന്നു? ഏകദേശം 2.25 വരെ 15 രൂപ പ്രോഫിറ്റ് നമുക്ക് വെളിയിൽ വരാൻ പറ്റുമായിരുന്നു അതിനകത്ത്. അതിനുശേഷം നമുക്ക് സോണാകോം സോണാകോം 655 അതാണ് ആവറേജ്. ഓപ്പണിങ്ങിൽ ഹൈയിൽ പോയി, അതിനുശേഷം നമ്മൾ 655 ഈ 655 നിറയെ 655 മുകളിൽ കണ്ടില്ലേ, കണ്ടിന്യൂസ് സപ്പോർട്ട് എടുത്തു. പക്ഷെ അത് ബ്രേക്കായി ഇവിടെ നമ്മൾ 55 താഴെ എടുക്കുക. 54, 80, 54, 50 ഒക്കെ എടുത്താൽ നമുക്കത് 10 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ KEI, ഈ ബ്രിഗേഡ് നമുക്ക് ചാൻസ് തന്നിട്ടില്ല. KEI 3364. KEI കണ്ടില്ലേ, 3384 ഉണ്ടായിരുന്നു. അതിന് ശേഷം നമ്മളെന്ത് 3300 ഇതിൻ്റെ റേഞ്ച് എത്ര? 3364 താഴെ പോകുമ്പോൾ ഇവിടെ 64 താഴെ പോയിട്ട് അധികം ഇറങ്ങുന്നില്ല. വലിയ ഷെയർ ആകുമ്പം ഇവിടെ നമ്മളൊരു എൻട്രി എടുത്തിട്ട് ഒരു ലോ എത്ര അടിക്കുന്ന ഒരു 49, 15 രൂപയെ തരുന്നുള്ളൂ. വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. പിന്നെ അതിനകത്ത് മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. ലാസ്റ്റ് ടൈമിൽ അത് കയറിപ്പോയി അത് ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈ ജസ്റ്റ് ഒന്ന് തൊട്ട് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഭയങ്കര സ്പീഡിൽ ഒറ്റ അടിക്കുക. ഈ റേഞ്ചിൽ നിന്ന്, അഥവാ ഈ റേഞ്ച് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല, കാരണം ക്ലോസിങ് ടൈമായി. എന്നാലും ആ റേഞ്ചിൽ നിന്ന് നമുക്കത് താഴെ 3412 റേഞ്ച് എന്ന 3310, ഏകദേശം 98 രൂപ ഒറ്റ അടിക്കും. 5 മിനിറ്റ് കൊണ്ട് പോയി. പക്ഷേ ഇത് നമുക്ക് ആർക്കും ട്രേഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് ചാൻസ് തന്നിട്ടുള്ള ഷെയറുകൾ സെഞ്ച്വറി ടെക്സ്റ്റൈൽസ്. അത് നല്ല ഒന്നാന്തര അവസരമാണ് അത് ഷെയർ തന്നത്. സെഞ്ച്വറി ടെക്സ്റ്റൈൽസ് കണ്ടില്ലേ, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ R1 അടിച്ചു, R1 കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു 1475-76 റേഞ്ചിൽ എൻട്രി എടുത്തായിരുന്നെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ 1425 വന്നു, 50 രൂപ താഴെ. പിന്നെ അത് കണ്ടിന്യൂസ് താഴോട്ടാണ്. നല്ല ചാൻസ് ആയിരുന്നു ഈ ഷെയറിനകത്ത്. അതിനുശേഷം പരസ് ഡിഫൻസ് എന്ന് പറയുന്നൊരു ഷെയർ, പരസ് ഡിഫൻസ് പ്രീവിയസ് ഡേ ഹൈ ഇവിടം വരെ വന്നിട്ടുണ്ട്. അത് CPR വായിക്കുമ്പം കാണാൻ പറ്റും. കണ്ടില്ലേ, ഇവിടം വരെ വന്നിട്ടുണ്ട്.
ഓപ്പണിങ്ങിൽ അത് ഹൈ അടിച്ച് തിരിച്ചിറങ്ങി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് താഴെ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ 93 ആ റേഞ്ചിലെടുത്താൽ 76, 72, 24 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാറ്റിൻ ഡി ലിമിറ്റഡ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങിയപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്ത് 137 റേഞ്ച് എൻട്രി എടുത്താൽ 133, 4 രൂപ പ്രോഫിറ്റ് തന്നെ. വീണ്ടും ആ റേഞ്ച് വന്ന് ടച്ച് ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ എൻട്രി എടുക്കും. എൻട്രി എടുത്താൽ വീണ്ടും അത് 132.5 സംതിങ് വരെ വരുന്നുണ്ട്. വീണ്ടും പോയി ഇവിടെ 2 പ്രാവശ്യം നമുക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കുന്നുണ്ട്. അന്നിപ്പോൾ പുതിയ ഹൈ അടിക്കുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്ത് വെയിറ്റ് ചെയ്യണം? ഒന്നുകിൽ ഇതിന് മുകളിലോട്ട് പോകണം, അതല്ലെങ്കിൽ ഇതിന് താഴെ വീണ്ടും ഇറങ്ങണം. ഇതിന് താഴെ വീണ്ടും ഇറങ്ങിയപ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുത്തായിരുന്നെങ്കിൽ 131, 3 പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാമായിരുന്നു. അതിനുശേഷം ബ്രൂക്സ് ലാബ് എന്ന് പറയുന്നത് ബ്രൂക്സ് ലാബ് ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങി ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ അത് ഒരു ഇവിടെ എത്ര ഈ റേഞ്ച് 173 റേഞ്ച് എടുത്താൽ നമുക്കൊരു 161, 62 റേഞ്ചിൽ പെട്ടെന്ന് 5 മിനിറ്റ് തന്നെ കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഫോക്കസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓപ്പണിംഗ് ഹൈ ആണ്. പ്രീവിയസ് ഡേ ഹൈ അടിച്ച R1 മുകളിൽ പോയി പെട്ടെന്ന് ഹെവി മൂവ്മെൻറ്റ് ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അത് തിരിച്ചിവിടെ ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുക്കുക. 208 റേഞ്ച് എടുത്താൽ 200 റേഞ്ച് ഏകദേശം 8 രൂപ. പിന്നെ അത് കയറിയിട്ടില്ല, നല്ല പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം വേറെ ഇപ്പോൾ സോഫ ലിമിറ്റഡ് എന്ന് പറയുന്ന ഷെയർ ഇന്നലെ ഹെവി മൂവ്മെൻറ്റ്, അപ്പോൾ ഇന്നും അത് നല്ല മൂവ്മെൻറ്റ് ഓപ്പണിങ്ങിൽ. പക്ഷേ ഈ റേഞ്ചൊന്നും അടിക്കുന്നില്ല, പ്രീവിയസ് ഡേ ഹൈ ഒന്നും വരുന്നില്ല. 1301 റേഞ്ച് പോയിട്ട് ഒറ്റ പോക്ക് താഴോട്ട് കണ്ടില്ലേ. അപ്പോൾ ഞാൻ അവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മൂവ്മെൻറ്റിൻ്റെ അത്ര ഇന്ന് മുകളിലോട്ട് പോകില്ല എന്നൊരു പ്രതീക്ഷ. അതിനുശേഷം അത് 50 രൂപയോളം താഴെ ഇറങ്ങിപ്പോയി. 50 ഇത് കണ്ടില്ലേ, 1240, 1300 എന്നാണ് ഈ വന്നത്, 1301. അതിനുശേഷം 50-60 രൂപയ്ക്കടുത്ത് താഴെ വന്നതിന് ശേഷം വീണ്ടും അത് കയറി പതുക്കെ നിന്ന് വീണ്ടും പോയത് ഹൈ അടിച്ചു. ഹൈ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തു, അതേ സെക്കൻഡിൽ താഴെ പോയി. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലായി ഇവിടെ ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് വാരിക്കൊണ്ട് പോയതാണ്. അതിനുശേഷം വീണ്ടും ഇറങ്ങി 1290 റേഞ്ചിൽ നിന്നൊക്കെ താഴെ പോയപ്പോൾ തൊട്ട് പിന്നെ ഞാൻ 2-3 പ്രാവശ്യം ട്രേഡ് എടുത്തിട്ടുണ്ട്. നല്ല ചാൻസ് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ലെവലിൽ അത് സപ്പോർട്ട് എടുത്തു, കണ്ടില്ലേ. ഈ ലെവലിൽ സപ്പോർട്ട് എടുത്തു. അടുത്ത ദിവസം വീണ്ടും ചിലപ്പോൾ കയറിപ്പോയി ഷെയറുകൾ. അപ്പം ഇത് വേറെ ഷെയറുകളും ഇതുപോലെ തന്നെ ലെവൽ വന്നില്ല, പക്ഷെ നല്ലതായിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നാളത്തേനെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഷെയറുകൾ ഇത്രയും ഷെയറുകളാണ് നാളെ മൺഡേ ട്രേഡിങ്ങിന് വേണ്ടി 23 ഷെയർ എടുത്തിട്ടുണ്ട്. അതിൽ ഈ കെമ്പോണ്ട് എന്ന് പറയുന്ന ഷെയർ, പിന്നെ ജെനിസിസ് എന്ന് പറയുന്ന ഷെയർ, അത് രണ്ടും ആവറേജ്. ജെനിസിസിൻ്റെ 1% പോലും ഇല്ല. അപ്പോൾ അതിനകത്ത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒന്നുകിൽ ഈ ആവറേജ് റേഞ്ചിന് താഴെ വരുവാണെങ്കിൽ നോക്കുക, അതല്ല എങ്കിൽ ഇത് കണ്ടില്ല, ആവറേജും CPR ലെവലല്ല ഒരേ. അപ്പം ഈ 460 താഴെ ഇത് പോയെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി ഷെയർ, അതല്ല എങ്കിൽ തിരിച്ച് കയറി പോവാ ഷെയർ. ജെനിസിസും ക്ലോസിങ് 464. ഈ കെമ്പോണ്ട് ജെനിസിസിൻ്റെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. കെമ്പോണ്ട് 617. അപ്പോൾ ഒരു 3% അടുത്ത്, 3 അല്ല 2.5% അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പിന്നെ ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം
നമുക്ക് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് താഴെ ഇറങ്ങുമോ, അതല്ല R1 R2 വന്നിട്ട് ഇറങ്ങുന്നെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. പിന്നെ ഇന്നൊരു ഷോർട്ട് ടൈം ചാൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എസ്കോട്ട്സ് എസ്കോട്ട് ഇവിടുന്നാണ് നല്ലൊരു മൂവ്മെൻറ്റ് തുടങ്ങി അത് 3400 വരെ പോയതിനു ശേഷം പിന്നെ കണ്ടിന്യൂസ് ഇറക്കുക. ഇത് ഡേ ചാർട്ടാണ്, ഓരോ ദിവസത്തെ ക്യാൻഡിലേക്കാണ്. അപ്പോൾ കണ്ടിന്യൂസ് ഇറങ്ങി ഇവിടെ കണ്ട് ഒരു ബൗൺസ് വന്നു. അതിനുശേഷം ഈ റേഞ്ച് ഒരു ബൈയിങ് റേഞ്ചാണിത്. ഇവിടുന്ന് ഇത് തുടങ്ങിയതല്ല, ഒരു ഹെവി മൂവ്മെൻറ്റ് എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റേഞ്ചിലോട്ട് വരുന്നത്. അതല്ല എങ്കിൽ ഈ റേഞ്ചിൽ നിന്നത് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഈ റേഞ്ച് തന്നെ എടുക്കാം, ഈ റേഞ്ച് തന്നെ കുഴപ്പമില്ല. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇവിടുന്ന് കയറാനാണ് ചാൻസ്. പിന്നെ നോക്കുക, ഓൾറെഡി അത് ഓവർ സോൾഡ് പൊസിഷനാണെന്നാണ് എൻ്റെ ഒരു കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് വരുന്നത്. തിരിച്ച് 3000 റേഞ്ചിന് മുകളിൽ പോകാൻ ചാൻസ് കൂടുതലാണ്, നല്ല ക്വാളിറ്റി കമ്പനിയുമാണല്ലോ. അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഈ ഷെയർ നോക്കുന്നവർക്ക് പരിഗണിക്കാം. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.